ക്ഷമിക്കണം അരവിന്ദ്, ഈ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേരുവാണല്ലോ, അതെന്തായി എപ്പോൾ കഴിയും? കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ശക്തമായ തീരുമാനമാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ എടുത്തിരിക്കുന്നത്. കൃത്യമായി ഭീകരവാദത്തിനെതിരെ ഉറച്ചു നിൽക്കണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി പോയിരിക്കുകയാണ്. പ്രധാനമായും നമുക്കറിയാം, നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഇത്തരത്തിൽ പെഹൽഗാമിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നൊരു ചോദ്യം കൃത്യമായി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. അത് ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിലടക്കം ഈ ചോദ്യം കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വയ്ക്കുവാൻ തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. 6 മണിക്ക് സർവകക്ഷി യോഗം നടക്കുമ്പോൾ എന്തുകൊണ്ട് പെഹൽഗാം പോകുമ്പോൾ ഒരു നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയിൽ ഒരു സൈനിക വിന്യാസം അല്ലെങ്കിൽ സൈനിക അഭാവം നേരിട്ടു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ചോദ്യം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇക്കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യണം. അത് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം നൽകണമെന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം കൃത്യമായി ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യം, കേന്ദ്ര സർക്കാർ ഈ ഭീകരവാദത്തിനെതിരെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ അതിൽ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഇന്റലിജൻസ് വീഴ്ച വേണ്ടത്, അതുപോലെ തന്നെ പെഹൽഗാമിൽ എന്തുകൊണ്ട്, അതായത് അരവിന്ദ്, ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം പെഹൽഗാം സംഭവത്തിലെ സുരക്ഷാ വീഴ്ച സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കും, അതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ജിംസെ. കൃത്യമായി സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുവാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ നിരവധി, നമുക്കറിയാം ജമ്മു കാശ്മീരിലെ സുരക്ഷാ വിന്യാസമെല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് പെഹൽഗാമിൽ ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് തന്നെ ഇന്ന് കോൺഗ്രസ് ഈ സർവകക്ഷി യോഗത്തിൽ ചോദിക്കും. ഇത് തന്നെയാണ് ഇന്ന് നടന്ന പ്രവർത്തക സമിതി യോഗത്തിലും തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഭീകരവാദത്തിന് എടുക്കുന്ന നടപടികൾ, ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികളെ പിന്തുണയ്ക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായി, എന്തുകൊണ്ട് ഇത്തരം ഒരു ഇന്റലിജൻസ് വിവരം ലഭിച്ചില്ല അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോൺഗ്രസ് ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കും. അജിംസ്.